ഷെയ്ഖ് അൽബാനി റഹ്മഹുല്ല അവരുടെ സിഫത്തു സലാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദർസ് ഓഡിയോ നമ്പർ 3 മൻഹജുൽ കിതാബ്. അടുത്തത് ഈ കിതാബിൻ്റെ മൻഹജ്, ഈ കിതാബിൻ്റെ രീതി എങ്ങനെയാണെന്നുള്ളത് പറയാം. വലമ്മ കാന മൗളൂഉൽ കിതാബി ഇന്നമാ ഹുവ ബയാനു ഹദീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിസ്വല. ഈ കിതാബിൻ്റെ മൗളൂ, സബ്ജക്റ്റ്, വിഷയം എന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരത്തിലെ സ്വല, ആ വിഷയത്തിലെ ചര്യ എന്ത് എന്നതാവുമ്പോൾ കാന മിനൽ ബദഹി അല്ല അതഖയ്യദ ഫീഹി ബിമദ്ഹബിൻ മുഅയ്യനിൻ. അപ്പോൾ പിന്നെ ഞാൻ അത് എങ്ങനെയാവണം? ഒരു നിർണിതമായ മദ്ഹബ് അതിൽ സ്വീകരിച്ചുകൊണ്ടാവരുത്. ലിസ്സബബില്ലദീ മർറ ദിക്റുഹു, അതിൻ്റെ കാരണം മുമ്പ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ. വഇന്നമാ ഉരീദു ഫീഹി മാ സബത അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണ് ഞാനതിൽ കൊണ്ടുവരുന്നത്. കമാ ഹുവ മദ്ഹബുൽ മുഹദ്ദിസീന, ഹദീസ് പണ്ഡിതന്മാരുടെ മദ്ഹബ് പോലെ. ഖദീമൻ വ ഹദീസൻ, മുൻകാലത്തും ആധുനിക കാലഘട്ടത്തിലും, അല്ലെങ്കിൽ മുൻകാലത്തും പിൽക്കാലത്തൊക്കെ. വഖദ് അഹ്സന മൻ ഖാല, ഇങ്ങനെ പറഞ്ഞവർ നന്നായിരിക്കുന്നു, അവരുടെ വാക്ക് നല്ലതാണ്. എന്താണ് അവർ പറഞ്ഞത്? ഒരു കവിത. അഹ്ലുൽ ഹദീസി ഹുമു അഹ്ലുൻ നബി വ ഇൻ ലം യസ്ഹബു നഫ്സഹു അംഫാസഹു സ്വഹിബു. അത് ഹസൻ ബിൻ മുഹമ്മദ് നസവി എന്നിവരുടെ കവിതയിൽ നിന്നുള്ളതാണ് എന്ന് പറയുന്നു. അതേപോലെ ഹാഫിദ് ദിയാഉദ്ദീൻ അൽ മഖ്ദിസി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഇവിടെ അടിക്കുറിപ്പിൽ കാണാം. അഹ്ലുൽ ഹദീസി, ഹദീസിൻ്റെ ആളുകൾ, ഹും അവർ, അഹ്ലുൻ നബിയെ, അവർ നബിയുടെ അഹ്ലുകാരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വ ഇൻ ലം യസ്ഹബു നഫ്സഹു, അവർ അവരുടെ നഫ്സ്, നബിയുടെ നഫ്സിനെ സുഹബ സഹവസിച്ചിട്ടില്ലെങ്കിലും, അതായത് നബിയോടൊപ്പം അവർ ഭൗതികമായിട്ട് സഹവസിച്ചിട്ടില്ലെങ്കിലും, അംഫാസഹു സ്വഹിബു, അവരുടെ ശ്വാസങ്ങൾ നബിയെ സഹവസിച്ചു എന്ന്, നബിയെ അവർ പിൻപറ്റി എന്നുള്ളതാണ്. വലിദാലിക ഫഇന്നൽ കിതാബ സയകൂനു ഇൻഷാ അല്ലാഹു തആല, അതിനാൽ ഈ കിതാബ് അതാകും ഇൻഷാ അല്ലാഹ് ഇങ്ങനെ ജാമിഅൻ ലിശത്താത്തി മാ തഫറഖ ഫി ബുതൂനി കുതുബിൽ ഹദീസ് വൽ ഫിഖ്, ഹദീസിൻ്റെയും ഫിഖഹിൻ്റെയും കിതാബുകളിലെ ഉള്ളകങ്ങളിൽ, അതിലെ വേർപിരികളിൽ, ഒരു വിഭിന്നതകളിൽ ഒരു സമഗ്രമായിട്ടുള്ള കിതാബ് ആകും. അൽ ഇഖ്തിലാഫിൽ മദാഹിബി മിമ്മാ ലഹു അലാഖത്തുൻ ബിമൗദൂഇഹി ബൈനമാ ലാ യജ്മഉ ഫീഹി മിനൽ ഹഖ് അയ്യു കിതാബിൻ ഔ മദ്ഹബിൻ. അപ്പോൾ ഇതിൽ ഒന്നും ലാ യജ്മഉ മാ ഫീഹി മിനൽ ഹഖ് അയ്യു കിതാബിൻ ഔ മദ്ഹബിൻ, ഒരു മദ്ഹബിൽ, ഒരു കിതാബിൽ ഉള്ളത് അതിൽ സംയോജിപ്പിക്കുക, കൊണ്ടുവരിക എന്നതല്ല മദ്ഹബുകളുടെ അഭിപ്രായ വ്യത്യാസങ്ങളിൽ. ഇൻഷാ അല്ലാഹ് മിമ്മൻ ഖദ് ഹദാഹുല്ലാഹു ലിമഖ്തലഫു ഫീഹി മിനൽ ഹഖ് ബിഇദ്നി വല്ലാഹു യഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. സൂറത്തുൽ ബഖറ 213 ആയത്തിൽ നിന്നുള്ള ഭാഗം. അതായത് സത്യവിശ്വാസികൾ അള്ളാഹു എന്ത് ചെയ്യുന്ന പറയുന്നത്? ലിമഖ്തലഫു ഫീഹി, അവർ ഭിന്നിച്ചിട്ടുള്ള വിഷയങ്ങൾ, മനുഷ്യർ ഭിന്നിച്ചിട്ടുള്ള വിഷയങ്ങളിൽ, മിനൽ ഹഖ്, സത്യത്തിൽ, ബിഇദ്നി, അവൻ്റെ അനുമതി പ്രകാരം, വല്ലാഹു യഹ്ദി മൻ യശാഉ, അവൻ ഉദ്ദേശിച്ചവരെ അവൻ മാർഗം ദർശനം ചെയ്യും, ഇലാ സിറാത്തിൻ മുസ്തഖീം, നേരായ പാതയിലേക്ക് എന്ന്. ഇന്നി ഹീന വളഅതു ഹാദൽ മൻഹജ ലിനഫ്സി, ഞാൻ എൻ്റെ നഫ്സിന് തന്നെ ഈ ഒരു മൻഹജ് സ്വീകരിച്ചപ്പോൾ, വഹുവ, അതെന്താണ് ആ മൻഹജ്? അത്തമസ്സുകു ബി സുന്നത്തി സ്വഹീഹ, ശരിയായ സ്ഥിരപ്പെട്ട സ്വഹീഹായ നബിചര്യയിൽ മുറുകെ പിടിക്കുക എന്നത്. വജറൈതു അലൈഹി ഫീ ഹാദൽ കിതാബി വായിരിഹി, ഈ കിതാബിലും മറ്റു എൻ്റെ കിതാബുകളിലും ഞാൻ ആ ഒരു നിലപാട് തന്നെ സ്വീകരിച്ചപ്പോൾ, മിമ്മാ സൗഫ യന്തശിറു ബൈന നാസ് ഇൻഷാ അല്ലാഹ് തആല, ഇൻഷാ അല്ലാഹു തആല, അള്ളാഹുവിൻ്റെ ഉദ്ദേശമുണ്ടെങ്കിൽ ജനങ്ങൾക്കിടയിൽ അത് പ്രചരിക്കും. കുന്തു അലാ ഇൽമിൻ അന്നഹു സൗഫ ലാ യുർദി ദാലിക കുല്ല തവായിഫി വൽ മദാഹിബ്, എല്ലാ മദ്ഹബുകാരും എല്ലാ കക്ഷികളും അത് ഇഷ്ടപ്പെടുകയില്ല എന്ന് എനിക്കറിയാം. എന്ന് പറഞ്ഞാൽ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് അത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ബൽ സൗഫ യുവജ്ജിഹു ബഅ്ദുഹും ഔ കസീറും മിൻഹും,
അവരിൽ ചിലർ അല്ലെങ്കിൽ അവരിൽ അധികം ആളുകളും എന്തു ചെയ്യും? അവർ മുന്നിടും അൽസിനത്തനി, അതായത് എനിക്കെതിരുള്ള ആക്ഷേപത്തിൻ്റെ തൊനിൻ്റെ എതിർപ്പിൻ്റെ നാവുകൾ, വഖിലാമൽ ലൗമി ആക്ഷേപത്തിൻ്റെ മുനകൾ പേനകൾ ഇലയേനിലേക്ക് വലാ ബഅസ മിൻ ദാലിക അലയ, അതെനിക്കൊരു പ്രശ്നമല്ല. ഫഇന്നി അഅലമു അയ്ളൻ, കാരണം എനിക്കറിയാം അന്ന ഇർദാഅൻ നാസി ഗായത്തുൻ ലാ തുദ്രിക്, ജനങ്ങളെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് അത് സാധിക്കാത്തൊരു ഗായത്ത് ലക്ഷ്യം എയിം ആണ്. വ അന്ന മൻ അർദൻ നാസ ബിസഖത്തില്ലാഹി വക്കലഹുല്ലാഹു ഇലന്നാസ്, അള്ളാഹുവിൻ്റെ കോപം കൊണ്ട് ജനങ്ങളെ ആരെങ്കിലും തൃപ്തിപ്പെടുത്തിയാൽ അങ്ങനെയുള്ളവൻ അള്ളാഹു അവനെ ഏൽപ്പിക്കും ഇലന്നാസ്, ജനങ്ങളിലേക്ക്. അപ്പം പിന്നെ അള്ളാഹു അവൻ്റെ കാര്യം ഏറ്റെടുക്കില്ല. കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളതുപോലെ എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ ഹദീസാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞത്. എന്ത്? മൻ അർദൻ നാസ ബിസഖത്തില്ലാഹി വക്കലഹുല്ലാഹു ഇലന്നാസ്. ഇനി വലില്ലാഹി ദർറു മൻ ഖാൽ, ഈ കവിത പറയുന്നത് വലസ്തു ബിനാജിം മിൻ മഖാലാതി ത്വാഇൻ വലൗ കുന്തു ഫീ ഗാരിൻ അലാ ജബലിൻ വഇരി വമൻ ദല്ലദീ യൻജു മിനൻ നാസി സാലിമാ വലൗ ഗാബ അൻഹും ബൈന ഖാഫിയതൈ നസ്രി. വലസ്തു ബിനാജിൻ, ഞാൻ രക്ഷപ്പെട്ടവനല്ല, മിൻ മഖാലത്തി ത്വാഇനി, വിമർശകൻ്റെ അവൻ്റെ കുന്തമനയിൽ നിന്ന്, അവൻ്റെ അഭിപ്രായം വാക്കിൽ നിന്ന്. വലൗ കുന്തു ഫീ ഗാരിൻ അലാ ജബലിൻ വഇരി, അതായത് ദുർഘടമായ പർവ്വതത്തിൽ ഉള്ള ഗുഹയിലാണ് ഞാനെങ്കിൽ പോലും എന്താണ്? വിമർശകൻ ത്വാഇൻ, അവൻ ത്വാഇൻ ചെയ്തുകൊണ്ടേയിരിക്കും. വമൻ ദല്ലദീ യൻജൂ മിനൻ നാസി സാലിമ, ആരാണ് ജനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നവൻ, ജനങ്ങളിൽ നിന്ന് മുക്തനാകുന്നവൻ. വലൗ ഗാബ അൻഹും, അവൻ മറഞ്ഞിരുന്നാൽ പോലും ജനങ്ങളിൽ നിന്ന്. ബൈന ഖാഫിയതൈ നസ്രി, കഴുകൻ്റെ ചിറകുകൾക്കിടയിൽ അവൻ മറഞ്ഞിരുന്നാൽ പോലും എന്ന്. ഫഹസ്ബി അന്നനി മുഅ്തഖിദുൻ ഇന്ന ദാലിക ഹുവ ത്വരീഖുൽ അഖ്വം. അപ്പോൾ എനിക്കത് മതി. എന്താണ്? ഞാൻ വിശ്വസിക്കുന്നത് എന്താണ്? ഞാൻ വിശ്വസിക്കുന്നവനാണ്, അതാണ് എന്ത്? ശരിയായ നേരായ മാർഗം. അല്ലദീ അമറല്ലാഹു തആല ബിഹിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളെ അള്ളാഹു കൽപ്പിച്ച മാർഗം. വബയ്യനഹു നബിയുനാ മുഹമ്മദുൻ സയ്യിദുൽ മുർസലീൻ, മുർസലീങ്ങളുടെ നേതാവ് നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ച മാർഗം. വഹുവല്ലദീ സലകഹു സലഫുസ് സ്വാലിഹു മിനസ് സ്വഹാബത്തി വത്താബിഈന വമൻ ബഅദഹും മിനസ് സ്വഹാബത്തി വത്താബിഈന വമൻ ബഅദഹും. അതായത് ആ ഒരു പാതയാണ് അള്ളാഹു കൽപ്പിച്ച പാത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ച പാത. ആ പാതയാണ് സലഫുസ് സ്വാലിഹീങ്ങൾ, സഹാബാക്കളിൽ നിന്നും താബീകളിൽ നിന്നും അവർക്ക് ശേഷക്കാരായവരിൽ നിന്നുമുള്ള സച്ചരിതരായ സലഫുകൾ സഞ്ചരിച്ച വഴി. വഫീഹിം അൽ അഇമ്മത്തുൽ അർബഅതു, ആ പാതയിൽ തന്നെ അവരിൽപ്പെട്ടവർ തന്നെയാണ് ആര്? 4 ഇമാമുകൾ, 4 മദ്ഹബിൻ്റെ ഇമാമുകൾ. അല്ലദീന യന്തമി അൽയൗമ ഇലാ മദാഹിബിഹിം ജുംഹൂറുൽ മുസ്ലിമീന, മുസ്ലിങ്ങളിൽ ഭൂരിപക്ഷവും പിന്നെ ആരുടെ മദ്ഹബുകളിലേക്കാണ്? ആ 4 മദ്ഹബുകളുണ്ടല്ലോ, 4 ഇമാമുകൾ, അവരുടെ മദ്ഹബുകളിലേക്ക് അവർ ചേർത്ത് പറയുന്നു. അങ്ങനെയുള്ള ആ 4 മദ്ഹബിൻ്റെ ഇമാമുകളുടെ നിലപാടെന്തായിരുന്നു? സലഫ് സ്വാലിഹീങ്ങളുടെ മൻഹജ് തന്നെ ആയിരുന്നു എന്നതാണ്. വകുല്ലുഹും മുത്തഫിഖുൻ അലാ വുജൂബി തമസ്സുകി ബിസ്സുന്ന, ആ 4 ഇമാമുകളും അവരൊക്കെ എന്താണ്? സുന്നത്ത് നബിചര്യ മുറുകെ പിടിക്കണം നിർബന്ധമാണ് എന്ന വിഷയത്തിൽ ഏകോപിച്ചിട്ടുണ്ട്. വറുജൂഇ ഇലൈഹ, അതിലേക്ക് മടങ്ങണമെന്നും. വതർക്കി കുല്ലി ഖൗലിൻ യുഖാലിഫുഹ, ആ സുന്നത്തിന് നബിചര്യയ്ക്ക് എതിരാകുന്ന എല്ലാ അഭിപ്രായങ്ങളും തള്ളണം, ഒഴിവാക്കണം. മഹ്മാ കാനൽ ഖായിലു അദീമൻ, പറയുന്ന ആൾ എത്ര മഹാനാണെങ്കിൽ പോലും. ഫഇന്ന ശഅനഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അഅളം, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യം എന്ന് പറഞ്ഞാൽ കൂടുതൽ മഹത്തരമാണ് അവരെക്കാളൊക്കെ. വസബീലഹു അഖ്വമു, ആ നബിയുടെ മാർഗം കൂടുതൽ ശക്തമായതും നേരായതുമാണ്. വലിദാലിക, ഇക്കാരണത്താൽ ഫഇന്നി ഖതദൈതു ബിഹുദാഹും, ഞാൻ അവരുടെ
ഹുദ ആണ് പിൻപറ്റിയത്. വഖ്തഫൈതു ആസാറഹും അവരുടെ കാൽപ്പാടുകൾ ആണ് ഞാൻ പിന്തുടർന്നത്. വത്തബഅതു അവാമിറഹും അവരുടെ കൽപ്പനകളെയാണ് ഞാൻ പിന്തുടർന്നത്. ബിത്തമസ്സുകി ബിൽ ഹദീസ് ഹദീസ് മുറുകെ പിടിച്ചുകൊണ്ട്. വഇൻ ഖാലഫ അഖ്വാലഹും പക്ഷേ അവരുടെ അഭിപ്രായങ്ങൾക്ക് എതിരാണെങ്കിൽ പോലും. വലഖദ് കാന ലിഹാദിഹിൽ അവാമിരി അക്ബറു അവാമിരിൽ അക്ബരി അൽ അസരി ഫി നഹ്ജി ഹാദൻ നഹ്ജൽ മുസ്തഖീം വ ഇഗ്റാലി അനി തഖ്ലീദിൽ ആമ. അപ്പോൾ ഈ ഒരു കാരണത്തിനാണ് ഈ ഒരു കൽപ്പനകൾക്ക് വലിയ കൽപ്പനകൾക്കാണ് ഞാൻ ഈ ഒരു നേരായ നഹ്ജ് മൻഹജ് സ്വീകരിച്ചിട്ടുള്ളത്. അതേപോലെ അന്ധമായിട്ടുള്ള തഖ്ലീദിൽ നിന്ന് ഞാൻ മാറി നിന്നതും. ഫജസാഹുല്ലാഹു തആല അന്നി ഖൈറ അതിനാൽ എനിക്ക് അള്ളാഹു പ്രതിഫലം നൽകട്ടെ എന്ന്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്? അയിമ്മത്തുൽ അർബഅയെ പരിഗണിക്കേണ്ട എന്നല്ല, മദ്ഹബുകളിലെ വീക്ഷണങ്ങൾ പരിഗണിക്കേണ്ട എന്നല്ല, അവർ പറഞ്ഞ ദലീലുകൾ നോക്കണം. ആ വ്യക്തമായിട്ട് ഒരു മദ്ഹബിൽ പറഞ്ഞ ദലീല്, അത് ഒരു അഭിപ്രായം, അത് വ്യക്തമായി നബിചര്യയ്ക്ക് എതിരാണെന്ന് ഉറച്ച് ബോധ്യപ്പെട്ടിട്ടും പിന്നെ ഞാൻ ആ മദ്ഹബുകാരനാണ് അതുകൊണ്ട് എനിക്കത് ബാധകമല്ല എന്നൊരു നിലപാട് സ്വീകരിക്കരുത്. മദ്ഹബുകളൊക്കെ ഒരു വഴിയാണ്, അതല്ലാതെ അതിനെ എന്താക്കരുത് ഒരു മാർഗമാണ്, ഒരു വഴി എന്നതിലുപരി അതിനെ ഒരു ലക്ഷ്യമായി സ്വീകരിക്കേണ്ടതില്ല.